ഹായ്, ഇന്ന് നമുക്ക് ഒരു പുതിയ കഥ കേൾക്കാം. മക്കൾ ആഹാരമൊക്കെ കഴിച്ചോ? കിടന്നുറങ്ങാൻ നേരമായോ? അപ്പോൾ ഉറങ്ങാൻ വരുമ്പോൾ നമ്മൾ ഇന്നും ഒരു കഥ കേൾക്കുന്നതല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പുതിയ കഥ കേൾക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ ഒരു രാജാവിനെ കുറിച്ചാണ്. അപ്പോൾ രാജാവ് ആരാന്നുള്ളത് നമുക്കറിയാം അല്ലേ. ഒരു രാജ്യം ഭരിക്കുന്ന ആളെയാണ് സാധാരണ രാജാവ് എന്ന് പറയുന്നത്. അങ്ങനെ പല രാജാക്കന്മാരെ നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കും. ഓക്കെ, ഒത്തിരി രാജാക്കന്മാരെ കാണാം. പക്ഷേ അതിലെല്ലാ രാജാക്കന്മാരിൽ നിന്നും വളരെ ജ്ഞാനമുള്ള ഒരു രാജാവായിരുന്നു ശലോമോൻ രാജാവ്. ശലോമോൻ രാജാവിനെ കുറിച്ച് നമ്മൾ ബൈബിളിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം, അവന് ഭയങ്കര ജ്ഞാനമായിരുന്നു. ദൈവത്തിൽ നിന്ന് അവന് ജ്ഞാനം ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ ഭയപ്പെട്ട് കഴിയുമ്പോൾ വരുന്ന രീതിയിലാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ രാജാവ് ഒരു ദിവസം കിടന്നുറങ്ങി എഴുന്നേറ്റു. അപ്പോൾ എഴുന്നേറ്റ് രാജധാനിയിൽ ഇരിക്കുന്ന സമയത്ത് രാജാവിനെ കാണാൻ 2 സ്ത്രീകൾ കടന്നു വന്നു. ഓക്കെ, അപ്പോൾ ഈ 2 സ്ത്രീകൾ രാജാവിൻ്റെ അടുത്ത് കടന്നു വന്നിട്ട് അവർക്ക് കുറച്ച് കാര്യം രാജാവിനോട് പറയാനുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ സ്ത്രീ പറഞ്ഞു, രാജാവേ, ഞങ്ങൾ 2 പേരും, അതായത് ഈ 2 സ്ത്രീകളും അവർ തമ്മിലൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നമാണ് അവർ രാജാവിൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ രാജാവിൻ്റെ അടുത്ത് അവർ പറഞ്ഞു, രാജാവേ, ഞങ്ങൾ 2 പേരും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു കൊച്ച് ഉണ്ടായി, ഒരു കുഞ്ഞു വാവ എനിക്കുണ്ടായി. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവക്കും ഒരു കുഞ്ഞു വാവ ഉണ്ടായി. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും കുട്ടികളുണ്ടായി. ഈ കുട്ടികൾ ആയിട്ട് ഞങ്ങൾ സന്തോഷമായിട്ട് കഴിയുമായിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കിടന്നുറങ്ങിയ സമയത്ത് എൻ്റെ കുഞ്ഞിനെ ഞാൻ എൻ്റെ അടുത്തും അവളുടെ കുഞ്ഞിനെ അവളുടെ അടുത്തും വെച്ചാണ് കിടന്നുറങ്ങിയത്. ഉറങ്ങുന്ന സമയത്ത് അവൾ അവളുടെ കുഞ്ഞിൻ്റെ മേലിൽ കിടന്നുറങ്ങി, മേത്ത് കയറി കിടന്നുറങ്ങിയപ്പോൾ കൊച്ച് മരിച്ചുപോയി. ഞാൻ ഉറങ്ങിക്കിടക്കുമായിരുന്നു, എൻ്റെ അരികത്ത് എൻ്റെ കൊച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അവൾ ആ കൊച്ചിനെ, എൻ്റെ കൊച്ചിനെ അവിടെ നിന്ന് എടുത്തിട്ട് മരിച്ച കൊച്ചിനെ അവിടെ കൊണ്ടുപോയി വെച്ചു. എൻ്റെ ജീവനുള്ള കൊച്ചിനെ അവൾ അവളുടെ കിടക്കുന്നതിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചു. ഉറക്കത്തിൽ രാവിലെ ഈ കുഞ്ഞു പിള്ളേരല്ലേ, അവർ കരയില്ലേ, അവർക്ക് കരഞ്ഞ് പാല് കൊടുക്കില്ലേ. അപ്പോൾ ഇത്രയും നേരമായിട്ട് ഈ കൊച്ച് കരയുന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ അമ്മ ഇതൊന്നും അറിയാണ്ട് ഈ കൊച്ചിന് പാല് കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ കൊച്ചിന് അനക്കമൊന്നുമില്ല. കൊച്ച് തീരെ വയ്യാണ്ട്, ഒരു അനക്കമില്ല, ഒന്നുമില്ല. അപ്പോൾ മനസ്സിലായി ഈ കൊച്ചു മരിച്ചു, ഇത് അവളുടെ കൊച്ചല്ല എന്നുള്ളതും മനസ്സിലായി. അത് മറ്റേ 2ാം സ്ത്രീയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, മറ്റേ അമ്മയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല, എൻ്റെ കൊച്ച് മരിച്ചിട്ടൊന്നുമില്ല, എൻ്റെ കൊച്ച് എൻ്റെ കയ്യിലുണ്ട്, ജീവനോടെ ഉണ്ട്. നീ ഉറക്കത്തിൽ ശ്രദ്ധിക്കാത്ത കാരണം ആ കൊച്ച് മരിച്ചത്, അത് നിൻ്റെ കുഴപ്പമാണ്, എൻ്റെ കുഴപ്പമല്ല, ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇവൾ പറഞ്ഞപ്പോൾ തന്നെ രാജാവിൻ്റെ മുന്നിൽ ഇത്രയും കാര്യം ആദ്യത്തെ സ്ത്രീ പറഞ്ഞപ്പോൾ തന്നെ 2ാമത്തെ സ്ത്രീ ഇതേപോലെ തന്നെ രാജാവിൻ്റെ മുന്നിലും വന്ന് പറഞ്ഞു, രാജാവേ, ഇവൾ പറയുന്ന മൊത്തം തെറ്റാണ്, എൻ്റെ കൊച്ച് ജീവനോടെ ഉണ്ട്, അവളുടെ കൊച്ചാണ് മരിച്ചത്, അവൾക്ക് എൻ്റെ കൊച്ചിനെ വേണം, അത് കാരണമാണ് അവൾ അങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞ് ഇവർ 2 പേരും ഭയങ്കര വഴക്കിടാൻ തുടങ്ങി രാജാവിൻ്റെ മുന്നിൽ. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ രാജാവിൻ്റെ മുന്നിൽ വരുമ്പോൾ, രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന പദവിയിലുള്ള ഒരാളാണ്. അപ്പോൾ തൻ്റെ പ്രജകൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രജകളെ കറക്റ്റായിട്ട് മാർഗനിർദ്ദേശം നടത്തുന്ന ഒരാളെയാണ് രാജാവെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ശലോമോൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു പ്രശ്നം നിൽക്കുവാണ്. അപ്പോൾ ശലോമോൻ എന്ത് ചെയ്യും? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, മക്കളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ശലോമോൻ പറയുവാണ്, ആദ്യത്തെ സ്ത്രീ പറഞ്ഞതാണ് കറക്റ്റ്, അവളുടെ കുട്ടീനെയാണ് നീ എടുത്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീ സന്തോഷവതിയാവും. പക്ഷേ മറ്റേ സ്ത്രീ സങ്കടമാവും. കാരണം എൻ്റെ കൊച്ചാണ്, ഓക്കെ, എൻ്റെ കൊച്ചാണ് ജീവനോടെ ഇരിക്കുന്നത്, അവളുടെ കൊച്ചും മരിച്ചു, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടത് കൊടുക്കാൻ പറ്റില്ല, ഞാനത് സമ്മതിക്കില്ല. അപ്പോൾ ഏത് രീതിയിലും ശലോമോൻ ഇവിടെ ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു കറക്റ്റായ ഒരു ഉത്തരം ശലോമോന് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇവർ 2 പേരും മാത്രമാണ് അന്ന് ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഇവർക്ക് 2 പേർക്കും മാത്രമാണ് എന്താ സംഭവിച്ചത് എന്നുള്ളത് അറിയുള്ളൂ. ഇതിൽ ആരോ ഒരാൾ കള്ളം പറയുന്നുണ്ട്, ആരോ ഒരാൾ കള്ളം പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ദൈവത്തിനറിയാം. ഓക്കെ, എന്നാൽ ശലോമോൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഇതിൽ ആരാണ് കള്ളി എന്നുള്ളത് ശലോമോന് കണ്ടുപിടിക്കാൻ പാടാണ്. അപ്പോൾ മക്കളാണ് ശലോമോൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ മക്കൾ എന്ത് ചെയ്തേനെ? മക്കൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, ഇങ്ങനെ 2 പേര് വന്ന് നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പക്ഷേ ശലോമോൻ ഭയങ്കര ബുദ്ധിയുള്ള ആളായിരുന്നു. അതാണ് പറയുന്ന ബൈബിളിൽ, ശലോമോൻ ഭയങ്കര ജ്ഞാനിയായിട്ടുള്ള രാജാവായിരുന്നു എന്നാണ് പറയുന്നത്. ശലോമോൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശലോമോൻ പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ശലോമോൻ പറഞ്ഞു, ശരി, നിങ്ങൾ പറഞ്ഞ പോലെ ഒരാളുടെ കുഞ്ഞ് മരിച്ചു, ഒരാളുടെ കുഞ്ഞ് മരിച്ചിട്ടില്ല,
അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതാണോ, ഇതൊക്കെ നമുക്ക് നോക്കണം. അപ്പോൾ എങ്ങനെ നോക്കാം എന്നുള്ളതിന് ശലോമോൻ പെട്ടെന്ന് രാജധാനിയിൽ ഇരുന്നിട്ട് പട്ടാളക്കാരനെ, അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരനെ വിളിച്ചു. പട്ടാളക്കാരൻ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് ഒരു വാള് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ മക്കറിയാമോ വാളെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതായത് നമ്മുടെ കത്തിയില്ലേ, അടുക്കളയിൽ അമ്മമാർ നമ്മുടെ ഇറച്ചി കട്ട് ചെയ്യാൻ, ഇറച്ചി മുറിക്കാനും പച്ചക്കറികൾ പഴങ്ങൾ ഒക്കെ കട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന കത്തി. ആ കത്തീനേക്കാളും ഭയങ്കര വലിപ്പവും അതിനേക്കാളും നല്ല മൂർച്ചയുള്ള ഒരു ആയുധമാണ് ഈ വാളെന്ന് പറയുന്നത്. അത് അന്നത്തെ കാലത്ത് യുദ്ധത്തിനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമായിരുന്നു വാള്. ഓക്കെ, അപ്പോൾ ഈ ശലോമോൻ രാജാവ് ഈ പട്ടാളക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, വേഗം ഒരു വാളെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പട്ടാളക്കാരൻ, രാജാവ് കൽപ്പിച്ച പട്ടാളക്കാരന് ചെയ്യാൻ വേണ്ടിയിരിക്കാൻ പറ്റില്ലല്ലോ, പട്ടാളക്കാരൻ വേഗം പോയി ഒരു വാളെടുത്തുകൊണ്ട് വന്നു. രാജാവ് ആ വാള് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പെട്ടെന്ന് ആ ഒരു കൊച്ചു ജീവനോടെ ഉണ്ട്, ഒരു കൊച്ചു മരിച്ചു, ആ ജീവനോടെ ഉള്ള കൊച്ചിനെ രണ്ടായിട്ട് കട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഒരു കൊച്ചിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇപ്പോൾ മക്കൾ അവിടെ കിടക്കുന്നുണ്ട്, മക്കളെ രണ്ടായിട്ട് കട്ട് ചെയ്ത് എന്താ പറ്റുക? നമ്മൾ മരിച്ചു പോകും. ഓക്കെ, അപ്പോൾ അത് ഭയങ്കര പ്രയാസമുള്ള കാര്യം. ആർക്കാണത് പ്രയാസം ഉണ്ടാവുക? ആ കൊച്ചിൻ്റെ അമ്മയ്ക്കാണ് പ്രയാസം ഉണ്ടാവുക. രാജാവ് ഇത് പറഞ്ഞു, ആ കുഞ്ഞിനെ ആ വാള് വെച്ച് കട്ട് ചെയ്തിട്ട് ഒരു പകുതി ഒരു അമ്മയ്ക്കും മറ്റൊരു പകുതി മറ്റേ അമ്മയ്ക്കും കൊടുക്കാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശരിക്കും ആ കൊച്ചിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമുണ്ടായി, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. എന്നിട്ട് ആ അമ്മ പറഞ്ഞു, ശരി രാജാവ്, എനിക്ക് കൊച്ചിനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ കൊച്ചിനെ കൊല്ലണ്ട, അവക്ക് തന്നെ കൊടുത്തേരെ എന്നുള്ളത് പറഞ്ഞു. മറ്റേ അമ്മ പറഞ്ഞു, ആ കൊച്ചിനെ കൊന്നിട്ട് എനിക്കും പകുതി അവക്കും പകുതി എന്നുള്ള രീതിയിൽ ആ അമ്മയും പറയാനിടയായി. അപ്പോൾ രാജാവ് പറഞ്ഞു, ഈ കൊച്ചിൻ്റെ യഥാർത്ഥ അമ്മ ഒരിക്കലും ആ കൊച്ചിനെ രണ്ടായിട്ട് മുറിച്ച് കൊല്ലുവാൻ വേണ്ടി പറയില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അവളുടെയാണ് ഈ കുഞ്ഞ്, ഇവളുടെ അല്ല ഈ കുഞ്ഞ്, മരിച്ചത് ഇവളുടെ കുഞ്ഞാണ്, ശരിയായ അമ്മ ഇതാണ് എന്നുള്ളത് രാജാവ് ഇത് ചെയ്യാണ്ട് ഈ ഒരു തീരുമാനത്തിലെ രാജാവ് അത് കണ്ടുപിടിച്ചു. രാജാവിൻ്റെ ഈ ബുദ്ധി കണ്ടപ്പോൾ ജനങ്ങൾക്കെല്ലാം ഭയങ്കര ഞെട്ടലായി. എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യണേ? കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്താൽ ഇതിങ്ങനെ ചെയ്യാൻ പറ്റും? അയ്യോ അന്യായം. ജനങ്ങളെല്ലാം ഭയങ്കര ഞെട്ടലായി, ജനങ്ങൾക്കെല്ലാം രാജാവിന് ഭയമായി. അപ്പം ഈ ശലോമോൻ രാജാവിന് ഇങ്ങനെ ഒരു കാര്യം, ഇതേപോലെ ഒത്തിരി കാര്യങ്ങൾ ശലോമോൻ രാജാവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ നമ്മൾ കഥയായിട്ട് കേൾക്കുന്നത്. ശലോമോൻ രാജാവ് ഭയങ്കര ജ്ഞാനിയായിരുന്നു. ഈ ജ്ഞാനം ശലോമോന് എവിടെ നിന്നായിരുന്നു കിട്ടിയെന്ന് നമുക്കറിയാമോ? ശലോമോന് ഈ ജ്ഞാനം കൊടുത്തത് ദൈവമായിരുന്നു. ഓക്കെ, ദൈവമായിരുന്നു ശലോമോന് ചെയ്യാനുള്ള ഓരോ കാര്യങ്ങൾക്കുള്ള ജ്ഞാനവും വിവേകവും ബുദ്ധിയും എല്ലാം കൊടുത്തത് നമ്മുടെ സൃഷ്ടാവായ ദൈവമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ബൈബിളിൽ നോക്കുമ്പോൾ ഈ ജ്ഞാനം എന്ന് പറയുന്നതിന് പല രീതിയിൽ അർത്ഥങ്ങൾ കാണുവാൻ സാധിക്കും. അപ്പോൾ എന്താണ് ജ്ഞാനമെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാമോ എന്താ ജ്ഞാനം എന്നുള്ളത്? ജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്, ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്, യോബിൻ്റെ പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. 28-ാം അധ്യായം 28-ാം വാക്യത്തിൽ കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം. ഓക്കെ, അപ്പോൾ ദൈവത്തോടുള്ള ഭക്തിയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. മക്കൾക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടോ? മക്കൾ ദൈവത്തോട് ഭക്തിയുള്ളവരാണോ? അങ്ങനെയാണോ മക്കളെ മാതാപിതാക്കൾ വളർത്തുന്നത്? അപ്പോൾ ദൈവത്തോട് നമുക്ക് ഭക്തിയുണ്ട് എങ്കിൽ, ദൈവത്തെ നമ്മൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ജ്ഞാനമുണ്ട്. ഓക്കെ, അല്ലാണ്ട് ഉള്ളതല്ല വചനപ്രകാരം ജ്ഞാനം. ബൈബിൾ പ്രകാരം ജ്ഞാനം എന്ന് പറയുന്നത് ദൈവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തൊട്ട് മക്കൾക്ക് ദൈവത്തെ ഭയപ്പെടണം. എന്തിനാണ് ദൈവത്തെ ഭയപ്പെടുന്നത്? ദൈവത്തിന് എല്ലാം ചെയ്യാൻ കഴിയുന്നതാണ്. സർവ അധികാരത്തിനും സർവ ശക്തിക്കും സർവജ്ഞാനിയായിട്ടുള്ള ഈ പ്രപഞ്ചം സൃഷ്ടിച്ച സൃഷ്ടാവാണ് ദൈവം. അപ്പോൾ ആ ദൈവത്തെ നമ്മൾ ഭയപ്പെടണം, ആ ദൈവത്തെ സ്നേഹിക്കണം, ആ ദൈവത്തിനായിട്ട് നമ്മൾ ജീവിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നല്ല മക്കളായിട്ട്, നല്ല ജ്ഞാനമുള്ള മക്കളായിട്ട്, ദൈവത്തെ ഭയപ്പെട്ട് അങ്ങനെയുള്ള ജ്ഞാനത്തിൽ വളരുന്ന മക്കളായിട്ട് മക്കൾ വളരണം. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ശലോമോൻ്റെ കഥ. അപ്പോൾ അടുത്ത കഥയായിട്ട് ഇനി വീണ്ടും ഒരു ദിവസം കാണാം. അപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങുക. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ.